ഹലോ എവരിവൺ. ഹായ്. ഞാൻ ദീപ. ശ്രീനി. ഓക്കെ. ഞങ്ങളിപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത്. അപ്പോൾ ശ്രീനിയുടെ കൈ കണ്ടല്ലോ. അപ്പോൾ എന്താ കൈക്ക് സംഭവിച്ചത്, എങ്ങനെയാ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ജസ്റ്റ് ഇവിടുത്തെ ഒരു രീതികളെ പറ്റിയിട്ടുള്ള ഒരു ഒരു ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താ കൈക്ക് സംഭവിച്ചത് അതാദ്യം പറയാം. ഇത് വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ബോൾ എടുക്കാൻ വേണ്ടി ഡൈവ് ചെയ്താണ്. അപ്പോൾ ഡൈവ് ചെയ്ത സമയത്ത് കയ്യിൽ ഗ്ലൗ ഉണ്ടായിരുന്നു. കീപ്പറായിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ കീപ്പർ ഗ്ലൗ കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ സ്റ്റക്കായിട്ട് ഈ ചെറിയ വിരലിലൊരു മേലെ നിന്ന് പ്രഷർ വന്നപ്പോൾ ഇവിടെ നിന്ന് ഇതിൽ ഫ്രാക്ചർ വന്നു ഇതിന് ജോയിൻറ്റിൽ. പിന്നെ വിരലൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ആവുകയും ചെയ്തു. സംഭവിച്ചു. ഓക്കെ. അപ്പോൾ ഈ എമർജൻസിയിലേക്ക് പോവുകയാണോ, ഡയറക്റ്റ് പോവുക ചെയ്തത്? എങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നേരിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ പറ്റുമോ? എന്താണ് ഇവിടുത്തെ ഒരു സിസ്റ്റം, എങ്ങനെ വർക്ക് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ കേസിൽ ഇതൊരു നല്ലൊരു ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കയ്യിലായതുകൊണ്ട് ഞാൻ നടന്നു പോയിച്ചത്. അല്ലാത്ത കേസിൽ നമുക്ക് ആംബുലൻസ് വിളിച്ച് പോകാൻ പറ്റും. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ എമർജൻസി റൂമിൽ പോയി. അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടു. നേരിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരിക്കും. അവർ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും. നേരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ വന്നിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നേരെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ പോയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവരവിടെ നിന്ന് എക്സ്റേ ഒക്കെ എടുത്ത് ഞാൻ പോയി പറയേണ്ടതൊന്നും വന്നില്ല. ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇൻഫർമേഷൻ പാസ്സായിട്ടുണ്ട്. ഞാൻ അവിടെ റിസപ്ഷനിൽ പോയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ സ്പീക്കർ വഴി എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ നേരെ ഒരു നമ്പർ പറഞ്ഞുതരാം, ഇത് റൂമിലാണ് എക്സ്റേ എടുക്കുന്നത്. അല്ല, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ എക്സ്റേക്കും നീ അവിടെ പോയിട്ട് നിന്നെ ആദ്യം നോക്കാനും, അപ്പോൾ അവിടെയുള്ള ആ ഒരു വെയിറ്റിംഗ് ടൈം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഒരു എമർജൻസി വർക്ക് ചെയ്യുന്നത്? അതെങ്ങനെയാണ്, നിനക്ക് എങ്ങനെ തോന്നി നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ? നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു അവർക്ക് അറിയാം നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സിവിയറിറ്റി എന്താണെന്ന് അവർക്ക് അറിയാൻ തോന്നുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഓൾറെഡി അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഓരോ പ്രയോറിറ്റി ആ ഒരു ഇതിൽ അവർ വിളിക്കുന്നത്. ഞാൻ പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ആൾക്കാർ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കಲು വിചാരിച്ചു. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ വെച്ചിട്ട് എൻ്റെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് അവരെന്നെ വിളിച്ചു. അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം മോർ ദാൻ 1-2 അവേഴ്സ് കൂടുതൽ. 7:30 പോയിട്ട് പക്ഷെ 12 മണിക്കല്ലേ വന്നത്? അത് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ഡോക്ടറെ കാണാനുള്ള പ്രൊസീജിയർ വന്നത്. ഒരു മണിക്കൂറിലധികം ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ കണ്ടിട്ട് പിന്നെ നേരെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു. പിന്നെ അവിടുന്ന് അത് എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എടുത്തിട്ട് എന്നിട്ട് തിരിച്ച് 1 മണിക്കൂർ എടുത്തോന്ന് അറിയില്ല, എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല. അതവിടെ കാണിച്ചിട്ട് തിരിച്ച് ഇവിടെ വീണ്ടും ഡോക്ടേഴ്സിൻ്റെ റൂമിൽ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഈ എക്സ്റേയുടെ ഡീറ്റെയിൽസ് ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഡോക്ടറെ നോക്കിയിട്ട് എന്നെ വിളിച്ച് നേരെ ഡോക്ടറുടെ റൂമിൽ പോയിട്ട് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ അന്നത്തെ ദിവസം എനിക്കിത് കംപ്ലീറ്റ്ലി ട്രീറ്റ്മെന്റ് തന്നില്ല. ഇല്ല, അവർ ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ ഒരു ഷീറ്റ് ഇങ്ങനെ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു തുണിയായിരുന്നു. അതിലെന്തോ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ അമർത്തി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതങ്ങ് സ്റ്റിഫായി. ഒരു എന്താ പറയുക, നമ്മൾ പണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇല്ല അതുപോലെ തന്നെ. പക്ഷേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല, ഇവിടെ ഇതങ്ങ് സ്റ്റിഫായി. പിന്നെ എനിക്ക് കൈ മൂവ് ചെയ്യാൻ പറ്റില്ല. കൈ ആ ഒരു പൊസിഷനിൽ തന്നെ അങ്ങനെ കീപ്പ് ചെയ്തു. അതൊരു കൈയിന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് പോലെ ഉണ്ടാക്കി തന്നു. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് തന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, നെക്സ്റ്റ് ഡേ നാളെ നിങ്ങൾക്ക് ഇവിടുത്തെ ഓർത്തോപീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവിടുന്ന് സർജൻ നിങ്ങളെ വിളിക്കും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ അവിടെ വരേണ്ടത്, ബാക്കി ഡീറ്റെയിൽസ്, അത് എന്ത് ചെയ്യണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ അവർ എന്നെ കുറിച്ച് പറയുന്നു പറഞ്ഞു. അങ്ങനെ എനിക്ക് നെക്സ്റ്റ് ഡേ കോൾ വന്നു. ഞാൻ ആ ഡോക്ടറെ അടുത്തേക്ക് പോയി. അവർ പറഞ്ഞ ടൈമിൽ ഞാൻ അവിടെ എത്തി. ഡോക്ടർ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു എന്താണ് വിരലിന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ കോൾ വന്ന് നീ പോയത് അതിന്റെ പിറ്റേ ദിവസമല്ലേ? ഞായറാഴ്ച സംഭവിച്ചത് തിങ്കളാഴ്ച കോൾ വന്നിട്ട് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. ഞായറാഴ്ച സംഭവിച്ചു. ഞാൻ ഞായറാഴ്ച ലേറ്റ് നൈറ്റ് വീട്ടിലെത്തി. തിങ്കളാഴ്ച എനിക്ക് കോൾ വരും പറഞ്ഞു. കോൾ വന്നു. എനിക്ക് നെക്സ്റ്റ് ഡേ ആയിരുന്നു അപ്പോയിൻമെന്റ് ആയിരുന്നു.
നെക്സ്റ്റ് ഡേ മോർണിംഗ് 8:30 ചെല്ലാൻ പറഞ്ഞു. ആ സമയത്ത് അവിടെ ചെന്നു. അപ്പോൾ അവർ ഇതിനു മുമ്പ് എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു വേദന ഒക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ സംഭവിച്ചിട്ട് ട്യൂസ്ഡേ ഞാൻ പോയി ഡോക്ടർ എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്താ സംഭവിച്ചത്, എന്താണ് കയ്യിൽ ഇതിൻ്റെ ഒരു സിവിയറിറ്റി എന്താണ്, ഫ്രാക്ചർ എത്രത്തോളം ഉണ്ട്. എൻ്റെ കേസിൽ എനിക്കൊരു മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ജോയിൻറ്റിൽ. പിന്നെ ഈ കൈ ഇങ്ങനെ ഷിഫ്റ്റ് ആയതിൻ്റെ, കൈയല്ല സോറി ചെറിയ അത് ഷിഫ്റ്റ് ആയതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എക്സ്റേ ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇതിന് എന്തൊക്കെ പോസിബിൾ ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളതെന്ന് പറഞ്ഞു തന്നു. പക്ഷെ അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എല്ലാ പ്രോസസ്സും എനിക്ക് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ മനസ്സിലായി, ഈ പ്രൊസീജിയർ കറക്റ്റ് അല്ലെങ്കിൽ അടുത്ത പ്രൊസീജിയറിലേക്ക് അവർ ആ സമയത്ത് തന്നെ ഇതിൻ്റെ എക്സ്റേ എടുക്കും, എന്നിട്ട് ഓക്കെ ആണോ നോക്കും, എന്നിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ അടുത്തതിലേക്ക് പ്രൊസീജിയർ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാന്നൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അല്ല, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇവിടെ ജർമ്മനിയിലാണല്ലോ, അപ്പോൾ ജർമ്മൻ ആണല്ലോ പൊതുവെ ഹെൽത്ത് കെയറും ഗവൺമെന്റിൽ എല്ലായിടത്തും സംസാരിക്കുക. ഇപ്പൊ നിനക്ക് ജർമ്മനിൽ A1 പോലും ഇല്ലല്ലോ, അപ്പൊ നീ എങ്ങനെ സർവൈവ് ചെയ്തു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ? ഇത് ഞാൻ ചെന്ന സമയത്ത് ഒരു നഴ്സായിരുന്നു സംസാരിച്ചത്. അപ്പോൾ ആ പുള്ളിക്കാരൻ ജർമ്മൻ മാത്രം സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര സ്ലോലി സംസാരിച്ചുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി. പിന്നെ എൻ്റെ അവസ്ഥ ഇതാണെന്ന് പുള്ളിക്ക് മനസ്സിലായി, പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കും മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയല്ല, പുള്ളി പറയുന്നത് ചില വാക്കുകൾ മനസ്സിലായി. പുള്ളിക്ക് എൻ്റെ അടുത്ത് നോർമലി നമ്മുടെ പേരും ഡീറ്റെയിൽസ് ആയിരിക്കും, അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കാർഡിലുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അവർക്ക് അങ്ങ് കിട്ടും. പിന്നെ കയ്യിൽ എന്താ സംഭവിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഒന്നാമത് ഇവർക്ക് അറിയില്ല, ക്രിക്കറ്റ് എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് പറ്റിയ സംഭവങ്ങൾ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ ബോൾ വന്ന് ഇടിച്ചതാണെന്ന് പറഞ്ഞു ഇതിൻ്റെ മേലെ, ക്രിക്കറ്റ് ബോൾ. അപ്പോൾ അവർക്ക് ബോൾ വന്ന് തട്ടിയാ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വേദന ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവർ നോക്കി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവരെൻ്റെ ബോൾ പിടിക്കാൻ പോയപ്പോഴല്ലേ വീണത്? ബോൾ പിടിക്കാൻ അങ്ങനെ തന്നെ പറയാം. ഞാനിപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചെങ്കിലും ഇപ്പൊ ബോൾ തട്ടിയാലും ഏകദേശം സെയിം എഫക്ട് തന്നെയാണ്. മെയിൻലി ഇവിടുന്ന് മേലിൽ നിന്നൊരു പ്രഷർ വന്ന് അപ്ലൈ അല്ല, എനിക്ക് വിരല് കുത്തിയല്ല, എനിക്ക് അറിയാം. ക്യാച്ച് മിസ് ചെയ്തു. പിന്നെ വേദനിച്ചപ്പോ ഞാൻ ആ വേദനയുടെ പുറത്ത് ഞാൻ കൈ വലിച്ചില്ലേ, അപ്പൊ പിന്നെ ക്യാച്ച് മിസ് ആവില്ല. സോ എന്താ സംഭവിച്ചത്? ലാംഗ്വേജ് പറഞ്ഞു. ലാംഗ്വേജ് ആക്ച്വലി അതാ പറഞ്ഞത്, ഇപ്പോൾ നഴ്സ് സംസാരിച്ചില്ല, പക്ഷെ ആ ഒരു സ്റ്റേജ് വലിയ കുഴപ്പമില്ലാതെ ക്ലിയർ ആയി. പിന്നെ അവിടെ നേരെ ഡോക്ടർ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പൊതുവെ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എല്ലാ ഡോക്ടേഴ്സും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ പറയും മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ് എന്നൊക്കെ പറയട്ടോ, പക്ഷെ അവർ നമ്മളേക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു, ഡോക്ടർ സംസാരിച്ചു കുഴപ്പമില്ലാതെ. ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സിന് സംസാരിക്കാറില്ല. അപ്പോൾ അവര് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അതിനകത്തൊരു ഇമേജ് ഉണ്ടായിരുന്നു. അത് എമർജൻസി റൂമിലാണ്. അപ്പോൾ എമർജൻസി റൂമിൽ എല്ലാവർക്കും എല്ലാ ഇതും അറിഞ്ഞോളൂന്നല്ലോ. അപ്പോൾ അവരൊരു പേപ്പർ കൊണ്ടുവന്നിട്ട് അതിലത്തെ ഇമേജസ് ഉണ്ട്, അതിൽ എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഡോക്ടറും അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഇമേജ് നോക്കിയിട്ട് അതുപോലെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇതിനുള്ളിലേക്ക് വെച്ച് ഒരു തുണി പോലെ തുണി ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലൊക്കെ വെച്ച് പിന്നെ ഓക്കെ അവർ മാനേജ് ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് സംസാരിക്കും, ചില നഴ്സസ് സംസാരിക്കും, പക്ഷെ ചില ഡോക്ടേഴ്സ് സംസാരിക്കില്ല. എനിക്ക് അനുഭവം ഉണ്ടല്ലോ, അവര് പക്ഷെ സംസാരിക്കും, പക്ഷെ അവര് മനഃപൂർവ്വം നമ്മളോട് സംസാരിക്കില്ല. അവർക്ക് അറിഞ്ഞാലും നിങ്ങൾ ജർമ്മനിയിലല്ലേ വന്നേക്കുന്നത്, അപ്പൊ നിങ്ങൾ ജർമ്മൻ എന്നുള്ള രീതിയിൽ നമ്മളോട് ചില ആൾക്കാരുണ്ട്. ബട്ട് എന്തോ ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ ചെയ്യുമ്പോഴൊന്നും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ് അസിസ്റ്റ്. എന്നിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോയി അനസ്തേഷ്യ ഡോക്ടറായിട്ട് കണ്ട് സംസാരിച്ചു. അതായത് ആദ്യം ഓർത്തോപീഡിയയുടെ സർജൻ കണ്ടു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ അവര് ഇനി അടുത്ത പ്രൊസീജിയർ അനസ്തേഷ്യ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്ത് ടൈപ്പ് അനസ്തേഷ്യ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ ഇവിടെ നിന്ന് വന്നു. ഈ പേപ്പറായിട്ട് നിങ്ങൾ ആ ഡോക്ടറെ അടുത്തേക്ക് പോയിക്കോളൂ വന്നു. എങ്ങനെ പോകേണ്ടതെന്നുള്ള വഴി കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് എനിക്ക് എന്താ പറയുക, 2 ടൈപ്പ് അനസ്തേഷ്യ എടുക്കാം. ഒന്ന് ഈ കൈയിൻ്റെ ഭാഗം മാത്രം ധരിപ്പിച്ച് വിട്ടിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ള്
മൈക്കി കിടത്തില്ല വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. അതാകുമ്പോൾ നമുക്ക് VR ഒക്കെ വെച്ച് സിനിമയൊക്കെ കണ്ടിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് എന്ത് വേണമെങ്കിലും ബുക്ക് വായിച്ചിട്ട് നമുക്ക് ഇരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ അപ്പോൾ പറ്റും. നമ്മളിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കണം. ഈ കൈ ശരി, അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു ഈ കൈ ഫ്രീ ആയിരിക്കുമല്ലോ, പക്ഷെ ബേസിക്കലി ഈ കയ്യിൽ മറ്റേ ഇതിട്ടിരിക്കുകയാണ്, Drip ട്രിപ്പ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അപ്പം അതിട്ടിട്ട് ബുക്ക് വായിക്കാൻ ബുക്ക് വായിക്കാൻ എങ്ങനെയെങ്കിലും അല്ല, പക്ഷെ അത് കൊണ്ടൊന്ന് വായിക്കാൻ പറ്റും തോന്നുന്നു. എന്തെങ്കിലും സ്റ്റാൻഡ് ഉണ്ടാവുമായിരിക്കില്ല. അല്ല ബുക്ക് ഇവൻ റിപ്പീറ്റ് എടുക്കണമെങ്കിൽ ആ കൈ കൊണ്ട് നമുക്ക് ബുക്ക് പിടിക്കാൻ തോന്നുന്നു. പക്ഷെ ഞാൻ എന്തായാലും അതൊന്നും ചെയ്തില്ല. ഞാൻ VR എടുത്തു, ഒരു മിസ്റ്റർ ബീന്റെ മൂവിയും കണ്ടിട്ട് ഞാൻ അങ്ങനെ കിടന്നു. പിന്നെ ഈ ഭാഗം എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. ഇത് തരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൈ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വെയിറ്റ്. 4th ഡേ ആണ് നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് എക്സാക്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞായറാഴ്ച സംഭവിച്ചു. തിങ്കളാഴ്ച ഒന്നും ചെയ്തില്ല. ചൊവ്വാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ചൊവ്വാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു ബുധനാഴ്ച നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വിളിക്കും, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവർ കറക്റ്റായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ഒരു പേപ്പറിനകത്ത് ഏത് അഡ്രസ്സിൽ, മീൻസ് ഇവിടെ എല്ലാം കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഓർത്തോപീഡിയ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഐ റിലേറ്റഡ് വേറെ ബിൽഡിംഗ് ആണ്, സ്കിൻ വേറെ, ഡെർമറ്റോളജി വേറെ ആണ്, പിന്നെ നമ്മുടെ എമർജൻസി വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇത് ഏത് ബിൽഡിംഗ് ആണ്, ആ ബിൽഡിങ്ങിൽ ഏത് ഫ്ലോറിലാണ്, എങ്ങനെ പോകണം, കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒരു ബുക്ക്ലെറ്റിൽ ഉണ്ടായിരുന്നു. അവർ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് അതേപോലെ ഫോളോ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അവിടെ എത്താൻ പറ്റി. പിന്നെ അപ്പോൾ അത് തന്നത് ഈ ഡോക്ടറെ കണ്ട് നെക്സ്റ്റ് ഡേ എന്നോട് പറഞ്ഞു ഈ പറയുന്നൊരു ടൈമിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പറിൽ വിളിക്കണം, അപ്പോൾ നിങ്ങൾക്ക് സർജറിയുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് തരും, എത്ര മണിക്കാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത് എന്നുള്ളൊരു അപ്പോയിൻമെൻറ്റ് തരുന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നെക്സ്റ്റ് ഡേ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇന്ന സമയത്ത് അവിടെ എത്തണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിന്നെ പ്രൊസീജിയറിന് 2 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് എന്നുള്ള ഇൻഫർമേഷനൊക്കെ എനിക്ക് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി. ആ ദിവസം ഞാൻ അവിടെ എത്തിയപ്പോൾ ഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു നേഴ്സ് ഫിലിപ്പീൻസ് ആയിരുന്നു. പുള്ളിക്കാരി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എങ്ങനെ ചെയ്യുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നു. ഇനി ചോദിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട്. അപ്പോൾ നീ എടുത്തേക്കുന്ന ഇൻഷുറൻസിൽ ഇപ്പോൾ ഈ പറഞ്ഞ എമർജൻസി കെയർ നമുക്കിപ്പോൾ ക്യാഷ്ലെസ് ആയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? നാട്ടിലൊക്കെ നമുക്കുണ്ടല്ലോ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെന്റ് അങ്ങനെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഇവിടെ ക്യാഷ്ലെസ് തന്നെ. നമുക്ക് ഇൻഷുറൻസ് കാർഡ്, പബ്ലിക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് അത് കൊണ്ടുപോയി കാണിക്കുക. അതായത് നമ്മൾ ഈ ഒരു അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത് തന്നെ, അല്ല ഇപ്പോൾ ER പോകുമ്പോൾ, എമർജൻസി റൂമിൽ പോകുമ്പോൾ നമ്മളിത് ആദ്യം നമ്മൾ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം നഴ്സിനെ കാണാൻ പോയപ്പോൾ പുള്ളിക്കാരൻ ആദ്യം എൻ്റെ അടുത്ത് ഇൻഷുറൻസ് കാർഡ് ചോദിച്ചു, അത് കൊടുത്തു. പിന്നെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്കൊന്നും പൈസയുടെ കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ അപ്പോയിൻമെന്റിന് പോകുമ്പോൾ ഓർത്തോപീഡിയ സർജൻ, അത് വേറെ ഡോക്ടറാണ്, വേറെ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും റിസപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ഈ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അനസ്തേഷ്യയുടെ ജസ്റ്റ് കാർഡ് കൊടുത്തേ അവർ സ്കാൻ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഇതൊരു സ്പോർട്സ് വഴി വന്ന ഇഞ്ചുറി ആണല്ലോ, അപ്പോൾ ഈ സ്പോർട്സ് വന്ന ഇഞ്ചുറി ഒക്കെ ഇത് കവർ ചെയ്യുമോ? ലെഷർ ആക്ടിവിറ്റി ആയിട്ടാണ് പിന്നെ, അപ്പോൾ ഇത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇനി എക്സ്ട്രാ അതിൽ പേയ്മെന്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസിൽ? ഇപ്പം നീ ഇപ്പം മരുന്നുകൾ വാങ്ങിക്കുന്നു, എല്ലാം ഇൻഷുറൻസിൽ പെടുമോ? എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യാൻ ആവശ്യം വരുമോ? ചില പേയ്മെന്റ് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മുറിയൊക്കെ തിരിച്ച് കെട്ടുന്നുണ്ടല്ലോ, ഈ തുണിയും പിന്നെ അതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻഷുറൻസിൽ കവേർഡ് ഒന്നുമല്ല. എനിക്കറിയില്ല, കുറച്ച് കവേർഡ് ആണെന്ന് തോന്നുന്നു, കുറച്ച് നമ്മൾ പേ ചെയ്യണം. അതെ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സർജറി കഴിഞ്ഞോടുകൂടി ഹോസ്പിറ്റലുമായിട്ടുള്ള കണക്ഷൻ തീർന്നു കേട്ടോ. കണക്ഷൻ ഫുള്ള് തീർന്നൊന്നുമല്ല. അവരിനി എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 5 to 6 വീക്ക്, 5ാമത്തെ വീക്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഈ കൈയിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നോക്കേണ്ടത് പുറത്തൊരു ക്ലിനിക്കിൽ പോകണം. പുറത്തൊരു ഓർത്തോപീഡിയയുടെ ഒരു സർജനെ ഞാൻ വേറെ സെപ്പറേറ്റ് കണ്ടിട്ട് അവിടെ ഞാൻ അപ്പോയിൻമെന്റ് എടുത്ത്
അപ്പോയിൻമെന്റ് എടുക്കണ്ട, എനിക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി കയറി ചെന്നാൽ മതി. ഉം. ഈ ഒരു സർജറി കഴിഞ്ഞു. സാധാരണ ആ സ്ഥലത്ത് നമുക്ക് ഓർത്തോപീഡിക്ക് നമ്മൾ ഇതിനു മുമ്പ് ആ, ഷോൾഡറിന്റെ കാര്യത്തിന് പോയപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് അത് ഡിലേ ഡിഫറെന്റ് കേസ്. ആയിട്ടല്ലേ അല്ല, അത് ഡിഫറെന്റ് കേസ് ആയിരുന്നു. ഇത് സർജറി കഴിഞ്ഞിരിക്കുന്ന കേസസിൽ നമുക്ക് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ അന്ന് തന്നെ എല്ലാം ചെയ്തു ചെയ്തു തരും. തരും. Okay. അത് എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറും പറഞ്ഞിരുന്നു, യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി Go on. എന്നിട്ട് പറയാ എനിക്ക് ഇങ്ങനെ സർജറി കഴിഞ്ഞു, ഇത് ക്ലോത്ത് ചേഞ്ച് ചെയ്യണം എന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ അതിന്റെ പെയിൻ മെഡിക്കേഷൻ അതൊക്കെ ഇത് വന്നല്ലോ അല്ലെ, ഇൻഷുറൻസിലല്ലേ പെട്ടത്? ഇല്ല, പെയിൻ മെഡിക്കേഷനും കവേർഡ് എല്ലാം തോന്നുന്നു. നമുക്ക് പൈസ കൊടുക്കണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ അന്ന് സ്റ്റേ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരു ഡിസ്കഷൻ നടത്തിയില്ലായിരുന്നു? അപ്പൊ അവര് ഈ കേസിൽ, എൻ്റെ കേസിൽ എന്നെ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അവിടെ നിൽക്കേണ്ടി വരില്ല, എനിക്കിത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകണ്ട, എനിക്കിപ്പോ ഇവിടെ വേറെ കെയർ ചെയ്യാൻ ആളില്ല, ഇവിടെ നിൽക്കണം എനിക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു ആവശ്യമുള്ള കേസസിൽ അവർ തന്നെ നമ്മളോട് പറയും. അങ്ങനെ ആവശ്യമില്ലാത്ത കേസസ് ഒക്കെ ആണെങ്കിൽ അവർ നമ്മളോട് പോയിക്കൊള്ളാൻ പറയും. നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മളെ പേ ചെയ്തിട്ട് നമുക്ക് അവിടെ നിൽക്കേണ്ടി വരുമായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ ഫാമിലി ഉണ്ട് എന്നുള്ള ഒരു കേസാണ്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു അഡൾട്ടിനെ വേണം, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ട് വേണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പോയി രാവിലെ തൊട്ട് നീ ഇപ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ? നീ ഒപ്പിട്ട് കൊടുത്തില്ലേ? ഞാൻ എന്തോ സൈൻ അത് നീ ടേക്ക് കെയർ ചെയ്യുന്നു അവരെ ഇൻഫോം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിന്റെ ഫോളോ അപ്പ്, ഫിസിയോതെറാപ്പി, ഇങ്ങനെ കൈ നമ്മളിപ്പോ ഇത് എത്ര വീക്ക് ഇങ്ങനെ വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? അതാണ് ഇനിയിപ്പോ ഞാൻ കാണിക്കുന്നത് പുറത്ത് വേറെ ക്ലിനിക്കിലാന്ന് പറഞ്ഞേ. ഇനി അവിടുന്ന് എനിക്ക് ഒരു 1 more അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്, ഒരു 2-3 വീക്ക് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 5ാമത്തെ വീക്കിൽ എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. അവിടെ പോയിട്ട് അവർ ഒന്നുകൂടി എക്സ്റേ എടുത്ത് നോക്കും. എന്നിട്ട് എല്ലാം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വീക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു കുറെ കമ്പിയൊക്കെ ഇട്ടിട്ട് ആണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നുള്ള എല്ലില് ഒരു ഇങ്ങനെ കമ്പി കണക്ട് ചെയ്തിട്ട് അതും ഇവിടത്തേതുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെയാണ് പ്രോബ്ലം. ഈ ജോയിന്റിലെ പ്രോബ്ലം. ഇവിടെ 2 കമ്പി കുത്തി വെച്ചിട്ടുണ്ട്, ഇവിടെ 2 കമ്പി. അത് 2 ഈ എല്ലിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഒരു വയർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്പി ഇവിടെ വെച്ചിട്ട് അതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് വെച്ച് സ്ക്രൂ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ചെയ്യാണ്ട്. പിന്നെ ഇതിനുള്ള ഫ്രാക്ചർ ഞാൻ പറഞ്ഞില്ല, മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഒരു ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഇല്ല ഞാൻ നോക്കി, അതില്ല. ഇതിന്റെ ഉള്ളില് മാത്രം അതിനൊന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രാക്ചേഴ്സിനെ ഒരുമിച്ചാക്കി വെച്ചിട്ട് കെട്ടി വെച്ചിട്ട്. നമുക്ക് എങ്ങനെയാണ് ലീവ് കാര്യങ്ങൾ? ഇപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ സിക്ക് എങ്ങനെയാണ് ലീവ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ആരാണ്, നീയാണോ പോയി പറയുന്നത്, അതോ ഇവിടുത്തെ ഹെൽത്ത് കെയർ ടേക്ക് കെയർ ചെയ്യോ നമ്മുടെ ലീവിന്റെ കാര്യം? ഓക്കെ, ഞാൻ എൻ്റെ കേസ് പറയാം. എനിക്കിത് സംഭവിച്ച ദിവസം ഞാൻ എമർജൻസി റൂമിൽ പോയി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് സിക്ക് നോട്ട് തരുമോന്നല്ല. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അവർക്ക് സിക്ക് നോട്ട് തരാൻ പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ ഹൗസ് ആർട്സിന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ഹൗസ് ഡോക്ടർ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞു, മെയിൽ അയച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ സിക്ക് നോട്ട് വേണം, അങ്ങനെ ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായി, അപ്പോൾ ഇന്നലെ ER ഞാൻ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഡീറ്റെയിൽസ് അയക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് എനിക്കൊരു ഡിസ്ചാർജ് സമ്മറി തന്നിട്ടുണ്ടായിരുന്നു ERന്ന്. അപ്പോൾ ഞാൻ അതെടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 1 വീക്കിലേക്ക് ഞാൻ തരാം, പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഇനി എന്തായാലും ഓർത്തോപീഡിയ സർജനെ കാണുമല്ലോ, ഇതിൻ്റെ സർജറി ഒക്കെ ഉണ്ടാവും, അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി സിക്ക് നോട്ട് അവർ തരുന്നു പറഞ്ഞു. ഒരാഴ്ചക്ക് എനിക്ക് ഹൗസ് ആർട്സ് തന്നു. പിന്നെ രണ്ടാമത് ഞാൻ ഇവരെ കണ്ടപ്പോൾ, ഈ ഡോക്ടറെ കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എനിക്ക് 1 more വീക്ക്, അതായത് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് വരെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നു. പക്ഷേ ആക്ച്വലി ഇത് ഹീൽ ചെയ്യാൻ 6 to 7 വീക്കാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് ആ ഒരു ടൈം പീരീഡിലേക്കുള്ള, അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സിക്ക് നോട്ട് നിങ്ങൾ ഇനിയൊരു പുറത്തൊരു ക്ലിനിക്കിൽ സർജനെ പോയി കാണുമല്ലോ ഓർത്തോപീഡിയ, അപ്പോൾ അവരായിരിക്കും അതെ അപ്പൊ അവരാണ് എനിക്ക് അടുത്ത് തന്നത്. അപ്പൊ എത്ര വരെ നമ്മളുടെ എംപ്ലോയർ നമ്മളുടെ ഈ ഒരു സാലറി? എനിക്ക് തോന്നുന്നു 30 ദിവസം 33 ദിവസമോ മറ്റോ എംപ്ലോയി തരും. എംപ്ലോയർ തരും. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് നമുക്ക് പേ ചെയ്യും. പക്ഷെ അത് ഫുൾ സാലറി ഉണ്ടാവില്ല, 75 to 90% പെർസെൻറ്റേജ് അവർ തരും.
ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സിക്കാണ്, നമുക്ക് പെട്ടെന്ന് നീ ഇപ്പോൾ ഓൾറെഡി കുറച്ച് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം സിക്കാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. ഇത്ര ദിവസം ഈ എംപ്ലോയി വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളവരോട് അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയി, നിങ്ങൾ ലീവ് തരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ആയിരിക്കില്ല നമ്മളവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്? നീ ജസ്റ്റ് ഇൻഫോം ചെയ്യണോ അവരോട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറ്റിപ്പോയി എന്ന് റിക്വസ്റ്റ് ചെയ്യണോ? എങ്ങനെയാണ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്? ഇല്ല, അത് ജസ്റ്റ് ഒരു മെയിൽ കമ്മ്യൂണിക്കേഷനാണ്. ഞാനൊരു മെയിൽ അയച്ചു, ഇങ്ങനെ സിക്കാണ്, എനിക്കിങ്ങനെ സംഭവിച്ചു, സിക്ക് നോട്ട് ചെയ്യാൻ. നമ്മളല്ലാതെ നീ ഇപ്പൊ നിന്റെ മാനേജറിനെ ഫോണിൽ കോൾ ചെയ്യുക അങ്ങനെ ഇല്ല, എന്തെങ്കിലും ചെയ്യില്ല? മാനേജർ വിളിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നും പറ്റില്ല. ഉം. ഞാൻ ഇതുവരെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ മെയിൽ അയച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അവർ എനിക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ബേസിക്കലി. ബട്ട് അവിടെ ഞാൻ ഇൻഫോം ചെയ്തല്ലോ, സിക്കാണല്ലോ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വേറെ കൊളീഗ്സൊക്കെ ഇതേപോലെ സിക്ക് നോട്ടൊക്കെ കൊടുത്ത് സിക്കാണെന്ന് പറഞ്ഞാൽ ഇൻഫോം ചെയ്യുമ്പോൾ അവർ നോർമലി ഒന്നും പറയാറില്ല. ജസ്റ്റ് ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ ഓക്കെ ഇന്ന ആള് സിക്കാണെന്ന് പറയും, അത്രേ ഉള്ളൂ. അതിൽ നോ ഡിസ്കഷൻസ്. ഓക്കെ. ഇപ്പൊ നമ്മളെ ജോബിന്റെ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ സിക്ക് ലീവ് എടുക്കുമ്പോൾ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇല്ലെന്നാണ്. എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അപ്പോൾ അതിൽ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമുക്ക് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടും, ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് അതെ, ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് നാട്ടിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കെയറിങ് കിട്ടും. നമ്മുടെ ഫാമിലി, നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ഇതിനെ തീരുമാനമാക്കി തരും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഇതുവരെ കണ്ടുവച്ചിട്ട് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നത്തെ ദിവസം പോയി അവരിതൊക്കെ കവർ ചെയ്ത് തന്നു, പക്ഷെ ഫുൾ ഫിക്സ് ചെയ്തില്ല. അവർ നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു രണ്ടാമത്തെ ദിവസം പോയിട്ടാണ് എനിക്ക് ഡോക്ടർ ഡിസ്കസ് ചെയ്തിട്ട്, പിന്നെ അതും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് എനിക്ക് സർജറി ചെയ്തത്. അപ്പോൾ ഇതൊരു 4 ദിവസമാണ് അല്ലേ, 4 ദിവസം നടന്നു ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതിവിടെ നോർമലാണ്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നാട്ടിലത്തെ സിസ്റ്റം ഇങ്ങനെയല്ല. അപ്പോൾ നമുക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അയ്യോ എന്നൊരു ഫീല് കിട്ടും. ഇവരെന്താ ഇങ്ങനെ, നമുക്ക് ഇങ്ങനെ വയ്യാതായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മൈൻഡ് ചെയ്ത് നമുക്ക് അത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോഴുള്ളൊരു ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പം ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്കങ്ങനെ തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മളിപ്പോ 2 പേരും ഒരു കുട്ടിയും തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നാട്ടിലിപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കുറെ പേര് ടേക്ക് കെയർ ഉണ്ടാവും. അപ്പൊ ഇവിടെയൊക്കെ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീൽ ഉണ്ട്? മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നാട്ടിൽ പറഞ്ഞ ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, കുട്ടീനെ നോക്കാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് എന്നെ നോക്കാൻ പറ്റും, കാരണം എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടിയെ നോക്കാൻ വേറെ ആരുമില്ല, നീ തന്നെ കുട്ടിയെ നോക്കണം, നീ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിനക്ക് വരുമ്പോൾ നിനക്ക് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് നിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിനക്ക് ചിലപ്പോ ഭയങ്കര അതെ എക്സാക്ട്ലി. നാട്ടിലാകുമ്പോൾ നിനക്ക് ആ ഒരു അത്രയും ഇതില്ല. ഒന്നല്ലെങ്കിൽ നിനക്ക് കുട്ടീനെ മാത്രം നോക്കുവാണെങ്കിൽ എന്നെ നോക്കാൻ ചിലപ്പോ വേറെ ആൾക്കാരാണ്, അമ്മയുണ്ടാവും. പക്ഷെ നാട്ടിൽ ഇതുപോലെ സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അപ്പൊ അവരും ഇതുപോലെ തനിയായിരിക്കും മാനേജ് ചെയ്യുന്നത്. എന്നാലും അവിടെ റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ആരെങ്കിലും ഇവിടെ എത്രത്തോളം ഫ്രണ്ട്സ് സപ്പോർട്ടീവ് സിസ്റ്റം നമുക്ക്? ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് സഹായിക്കണ്ടായിരുന്നല്ലോ, അവരെത്ര ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നവീനെ ഹരിച്ചേക്കൊന്നും ഒരുപാട് പേര് വിളിച്ചു, അവർക്ക് വരാൻ പറ്റാത്തോണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉള്ളതായിരുന്നു. അല്ലാണ്ട് നമുക്കിവിടെ അങ്ങനെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പം നമ്മളിതിന് വരുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നു ഇവിടുത്തെ ഹെൽത്ത് കെയർ ഭയങ്കര സ്ലോ ആണ്, നമുക്ക് ഭയങ്കര ഇതാണ്, നമുക്കിങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഭയങ്കര മാസങ്ങൾ എടുക്കും അപ്പോയിൻമെന്റ്, ഇങ്ങനെയൊക്കെ ഒരു ഇതിലാണല്ലേ, മൈൻഡ് സെറ്റിലല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വരുന്ന സിസ്റ്റവും ഈ സിസ്റ്റവും തമ്മിലുള്ള ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ട്. അല്ല, എന്നാലും മന്ത് കണക്കിന് നമുക്ക് അങ്ങനെ വരുമോ? മീൻസ് അപ്പോയിൻമെന്റ് അതിന്റെ ശരിയാ, നമുക്ക് ഈ ഫസ്റ്റത്തെ വിരലിന്റെ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നല്ലോ, അത് പക്ഷെ നമുക്ക് ഒരു MRI എടുക്കാൻ 1 മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കിയിട്ട് ഇതിന്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചാ. ഇപ്പൊ എന്റെ ഈ ആദ്യം ഉണ്ടായ വിരലിലുണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിവിയർ അല്ലായിരുന്നു, മനസ്സിലായില്ലേ? സ്റ്റിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ.
ഞാൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണെന്ന് പറയുമ്പോഴാണ് അവിടെ സ്പീഡാവുന്നത്. സ്പീഡാവുന്നത്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താണോ എൻ്റെ ഫങ്ഷൻ ഇപ്പോൾ ഈ കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അത് കുറച്ച് സിവിയറായിട്ട് അവർ കൺസിഡർ അതെ ചെയ്യുന്നത്. അതെ, അപ്പോൾ അവരനുസരിച്ച് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും കാര്യങ്ങളൊക്കെ. ഓക്കെ. അല്ലാതെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ മുമ്പേ കേട്ടിരുന്ന ആ ഒരു സ്കെയറി ആയിട്ടുള്ള ഒരു നമ്മളെല്ലാവരും പറഞ്ഞേക്കുന്നത് പോലെയല്ല നമ്മൾ നേരിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ, നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ഹെൽത്ത് കെയറിലുള്ളത് എന്നുള്ള രീതിക്ക് കുറച്ച് അത്യാവശ്യം നമ്മളുടെ ഒരു ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിൻ്റെ ബേസിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ജർമ്മനിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്താ പറയുക, അവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം പേടിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് ഓക്കെ ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എന്തായിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അതായത് ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കും, എന്താണ് ഇതിൻ്റെ പരിപാടികളെന്നൊക്കെ നമ്മൾ പയ്യെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. കട്ട് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത്ര